ഇനി ഇങ്ങോട്ട് വന്നാൽ എവിടെയിരുന്നു, എവിടെ നടന്നു, എവിടെ കിടന്നു, ആരെ കണ്ടു, എങ്ങനെ കണ്ടു, എവിടെ വെച്ച് കണ്ടു, എല്ലാം കൃത്യമായി we can't see any hole or gap in the history of Prophet Muhammad sallallahu alaihi wasallam. തങ്ങളുടെ ചരിത്രത്തിൽ എവിടെയും ഒരു ഇടവഴി കാണുന്നില്ല. അതേ സമയത്ത് ജീസസ് ക്രൈസ്റ്റിന്റെ ചരിത്രം പഠിക്കട്ടെ. ബത്ലഹേമിലെ പള്ളിയിൽ നിന്ന് സംസാരിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് പിന്നെ എങ്ങോട്ട് പോയി എന്ന് ലൂക്കോസിന്റെ പഠനപ്പതിപ്പ് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം സുരക്ഷിതമായതുപോലെ ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു കംപ്ലീറ്റ് ബയോഗ്രഫിയെ സമർപ്പിക്കുവാൻ ലോക സാഹിത്യത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് ആ മതക്കാർക്ക് ഇവിടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയല്ല. അവരോടും സൗഹൃദം വേണം, അവരോടും മാനുഷികമായ സ്നേഹം വേണം. അവർക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. കാലുഷ്യം മനുഷ്യത്വത്തിന് അപകടമാണ്. കൊലവിളികൾ ദുരന്തമാണ്. ഇതൊരു മനോഹരമായ ഉദ്യാനമാണ് ഇന്ത്യ. ഇവിടെ എല്ലാവരും നിൽക്കുമ്പോഴാണ് വ്യത്യസ്ത നറുമണങ്ങളും നിറകുസുമങ്ങളും ഉയരുന്നത്. അപ്പോഴാണ് ഹിന്ദുസ്ഥാൻ ഹമാര, അവിടുന്ന് ഒരു ഗുലിസ്ഥാൻ ഹമാരായി മാറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം മനുഷ്യനോട് സ്നേഹിക്കുന്ന ജീവോൽപ്പന്നപരമായ ചിന്താധാരകളെ ഉയർത്തിയ നായകരാണ്. ആ ഹബീബിന്റെ മദീനയിലേക്ക് ചെന്നിട്ട് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വശഫൈത ദല്ലാതി മിൻ അംറാദിഹി വമലഅത കുല്ലൽ അർദി മിൻ ജദ്വാക വറദത ഐന ഖതാദതിൻ ബഅദൽ ലമാ وابن الحسين شفيته بشفاك وكذا حبيب وابن عفراء عندما جرحا شفيتهما بلمس يداك. ഖബറിടത്തിന്റെ ഉള്ളറയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹനായകരായ റസൂൽ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രയെത്ര രോഗികളുടെ രോഗമാണ് അവിടുത്തെ കരസ്പർശം കൊണ്ട് മാറിയത്. എത്ര ആളുകളുടെ വേദനയാണ് അവിടുന്ന് ഇല്ലായ്മ ചെയ്തു കൊടുത്തത്. എത്ര ആളുകളുടെ നൊമ്പരമാണ് നീക്കിക്കൊടുത്തത്. എത്ര ആളുകളുടെ പ്രയാസമാണ് അവിടുന്ന് ഇല്ലായ്മ ചെയ്തു കൊടുത്തത്. ഔദാര്യത്തിന്റെ ആരാമമേ, ശമനത്തിന്റെ ഉദ്യാനമേ, വിട്ടുവീഴ്ചയുടെ വിഹായുസേ, കാരുണ്യത്തിന്റെ അരുണവർഷമേ, ഔദാര്യത്തിന്റെ വരിഷ്ഠ ലോകമേ, ലോകമാകമാനമുള്ള ജനതയെ ആലിംഗനം ചെയ്ത് സ്നേഹചുംബനം കൊടുക്കാൻ മാത്രം വിശാലമായ ഹൃത്തിന്റെ ദാനമേ, പുണ്യ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. ജുരിഹാ ശഫൈതഹുമാ ബിലംസി യദാക, അവിടുത്തെ കൈകൊണ്ട് തടകിയപ്പോഴേക്ക് എത്രയെത്ര ആളുകളുടെ പ്രയാസമാണ് നീങ്ങിയത് നബിയേ. മദീനയുടെ മഹനീയമായ കവാടത്തിൽ ചെന്ന് നിന്നിട്ട് മഹാനായ സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹിന്റെ ഇഷ്ടക്കാരനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാന്തിയും സമാധാനവും സംസ്ഥാപനം നടത്താനുള്ള നായകൻ, ലോകത്തിന്റെ ഭരണാധികാരി, അവിശ്രമമായ പരിശ്രമം. നമ്മൾ ഇന്ന് ജീവിതത്തിന്റെ 3-4 അജണ്ടകൾക്ക് വേണ്ടി ജീവിക്കുന്നു. മനുഷ്യ, പ്രിയപ്പെട്ട സഹോദര, ഈ ജീവിതം 25 വയസ്സുവരെ കളിച്ചും പഠിച്ചും നടക്കാനും, പിന്നെ ഒരു വിവാഹം നടത്താനും, പിന്നെ 2 സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും, അവർക്ക് വിദ്യാഭ്യാസം നൽകാനും, അവരെ കെട്ടിച്ചയക്കാനും, ഇടയിലൊരു വീട് വെക്കാനും, പിന്നെ കാലു നീട്ടി മരിക്കാനും, ഇങ്ങനെ 5 അജണ്ടകൾക്ക് വേണ്ടി മാത്രമാണോ ഈ ജീവിതം? ഇതിനു വേണ്ടി മാത്രമാണോ നമ്മുടെ ജീവിതം? അല്ല. ഈ ജീവിതം ചിലത് നിർമ്മിക്കാനാണ്, ചിലത് സ്ഥാപിക്കാനാണ്, ചില വിപ്ലവങ്ങളെ ഉയർത്താനാണ്, ചില അടയാളങ്ങളെ കാലത്തിന്റെ സാക്ഷ്യമായി വെക്കാനാണ്, ഒരുപാട് ധർമ്മവഴികളിൽ കർമ്മവഴികളെ തീർക്കാനാണ് ഈ ജീവിതം. അതുകൊണ്ട് യുവാവേ, നിന്റെ സന്ധികൾ വെറുതെ കളയാനുള്ളതല്ല, നിന്റെ സായാഹ്നങ്ങൾ ആർത്തുല്ലസിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല.
നിന്റെ യുവത്വം അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന യുവത്വമാണ്. ഇന്ന് ഇരുളിന്റെ ഉപാസകന്മാര് അവരുടെ കർമ്മവഴികളെ തേടിയിട്ട് അരമനയുടെ അകത്തളത്തിലും അരുതായ്മയുടെ അസ്ഥിപഞ്ചരങ്ങൾ മുതൽ അതിന്റെ ആഠ്യത്വം വരെ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോ നിനക്ക് ചിലത് ചെയ്യാനില്ലേ മോനെ? അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ, വിവരമില്ലാത്തവർക്ക് വിജ്ഞാനത്തിന്റെ സത്യ വിളമ്പാൻ, അങ്ങനെ ഒരുപാട് ദൗത്യമേറ്റെടുക്കേണ്ടവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമുഖീകരിക്കുന്ന 6-ാം നൂറ്റാണ്ട് തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും അരുതായ്മയുടെയും ആലയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് വിശ്രമിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ ഇരുന്നില്ല. ആ ജീവിതം മുഴുവനും കർമ്മനിഷ്ഠമാണ്, ആത്മനിഷ്ഠമാണ്. അവിടുന്ന് ആയാസകരമായ കാര്യങ്ങളിൽ നിന്നും പ്രയാസകരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ലോകത്ത് മുഴുവനും അധ്വാനത്തിന്റെ സമവാക്യം അടയാളപ്പെടുത്തിയ നായകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത പ്രബോധക സംഘത്തെ അയക്കുകയാണ്. അർസലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് ഇബ്നു മസ്ലമ. മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ വിടുകയാണ്. ഫീ 30 റാകിബാ, വാഹന സഞ്ചാരികളായ 30 പേരെ അടക്കം ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സ്വഹാബത്ത് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവര് സഞ്ചാരികളായി മുന്നോട്ട് പോകുമ്പോൾ പകൽ മുഴുവനും പതിയിരുന്നിട്ട് രാത്രി മുഴുവനും യാത്രയാണ്. അവര് ചിലത് നേടാനുള്ള സഞ്ചാരികളാണ്. നേരെ അവര് പോയിട്ട് അവിടെ അവരുടെ ദൗത്യം നിർവഹിക്കുകയാണ്. സത്യത്തിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുകയാണ്. വലഖിയഹും സുമാമത ബിനു സാൽ. ഹിജ്റയുടെ 6-ാം വർഷം മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹുവിന്റെ സംഘം സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്നയാളെ സയ്യിദു ബനി ഹനീഫ, ബനൂ ഹനീഫ ഗോത്രത്തിന്റെ നേതാവാണ്. വഹും ഫീ തരീഖി ഔദതിഹിം ഇലൽ മദീന. മദീനയിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്നയാളെ, അതാ ബനൂ ഹനീഫ ഗോത്രത്തിന്റെ നായകനാണ്, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരികയാണ്. ഇലാ മദീനത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക്, നേരെ മദീനയിലേക്ക് കൊണ്ടുവന്നു. വഹും ലാ യഅരിഫൂനഹു, ഇയാൾ ഇത്ര വലിയ ലീഡറാണെന്നൊന്നും സ്വഹാബത്തിന് അറിയില്ല. മാർഗതടസ്സം നിന്നവരെ കൃത്യമായി കൊണ്ടുവരികയാണ്. മദീനയിലേക്ക് കൊണ്ടുവന്നു. വറബതൂഹു ബിസാരിയത്തിൽ മിൻ സവാരിൽ മസ്ജിദി, പള്ളിയുടെ ഒരു തൂണിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കെട്ടിയിട്ടു. ഫഖറജ ഇലൈഹി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ബനൂ ഹനീഫ ഗോത്രത്തിന്റെ നേതാവിനോട് ചോദിക്കുകയാണ്, ഓ സുമാമ, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആവശ്യപ്പെടുന്നത്? അദ്ദേഹം പറയുകയാണ്, ഇന്ദി യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലാം. ഇൻ തഖ്തുൽ തഖ്തുൽ, വേണമെങ്കിൽ കൊല്ലാവുന്നതാണ്. വഇൻ തൻഅം തൻഅം അലാ ശാകിരിൻ, നിങ്ങൾ എന്നോട് അനുഗ്രഹം ചെയ്യുകയാണെങ്കിൽ നന്ദിയുള്ള ഒരാളായി ഞാനിരിക്കും. വഇൻ കുൻത തുരീദുൽ മാൽ, നിങ്ങൾ സമ്പത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഫസൽ തുഅത മിൻഹു മാ ശിഅത, ആവശ്യമുള്ള സമ്പാദ്യം തരാം. സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ബനൂ ഹനീഫ ഗോത്രത്തിന്റെ നേതാവിനോട് എന്തു വേണമെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ നബിയോട് പറയാണ്, കൊല്ലണമെങ്കിൽ കൊല്ലാം, വിട്ടയക്കണമെങ്കിൽ അയക്കാം, അതല്ല പണം വേണമെങ്കിൽ തരാം, എന്തിനും ഞാൻ തയ്യാറാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും മിണ്ടിയില്ല.
അദ്ദേഹത്തെ അവിടെ തന്നെ കിടത്തി. എന്തിനാണ്? ഭക്ഷണം കൊടുത്തു, ആവശ്യമുള്ളതെല്ലാം കൊടുത്തിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും കണ്ടറിയാൻ, നടപടികളെ അടുത്തറിയാൻ മദീനത്തെ പള്ളിയിൽ അദ്ദേഹം നിൽക്കുകയാണ്. ഒരക്രമവുമില്ല, മർദ്ദനവുമില്ല. അദ്ദേഹം തൂണിൽ ബന്ധിതനാണെന്നൊഴിച്ചാൽ വേറെ ഒരു പ്രയാസവും അദ്ദേഹത്തിനില്ല. രണ്ടാം ദിവസമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സുമാമ, എന്തെങ്കിലും പറയാനുണ്ടോ? അതേ, ഇന്നലത്തേതല്ലാതെ പുതുതായി ഒന്നും പറയാനില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴേക്ക് സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്നയാളെ കെട്ടഴിച്ചു വിടാൻ പറയുകയാണ്. നിരുപാധികം അദ്ദേഹത്തെ ഒഴിവാക്കി വിടുക, നമുക്കൊന്നും ചെയ്യാനില്ല. അദ്ദേഹം ഒരു ദിവസം നമ്മളെ കണ്ടയാളാണ്, അറിഞ്ഞ ആളാണ്. അയാള് പോയിക്കോട്ടെ, വേണ്ടത് ചെയ്തോട്ടെ. فانطلق إلى نخل قريب من المسجد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടഴിച്ചു വിടാൻ പറഞ്ഞ് അദ്ദേഹം മോചിതനായി പോയത് തൊട്ടടുത്തുള്ള കാരക്കത്തോപ്പിലേക്കാണ്. അവിടേക്ക് അദ്ദേഹം പോയി. അദ്ദേഹം പോയി കുളിച്ചു വൃത്തിയായി പള്ളിയിലേക്ക് വരികയാണ്. വനതഖ ബിശ്ശഹാദതൈൻ. പോയി വന്നിട്ട് അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഞാൻ ഇസ്ലാമിലേക്ക് വരികയാണ് നബിയേ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലോക ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖിതമാകേണ്ട വിശുദ്ധ വചനമല്ലേ ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത്. ലോകമാകമാനമുള്ള ചരിത്രകാരന്മാരെ ഇവിടേക്കൊന്ന് തിരിയണം. അരുതായ്മയുടെ ആലയത്തിലേക്ക് അന്ത്യപ്രവാചകരുടെ ചരിത്ര ശകലങ്ങളെ സ്ഖലിതങ്ങൾ കലർത്തിയിട്ട് ലയിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഒരു ബന്ദിയുടെ വാചകം കേൾക്കണം മദീനയിൽ നിന്ന്. അദ്ദേഹം പറയുകയാണ്, അസ്ബഹ, അല്ലയോ ഹബീബായ നബിയേ, ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖവും വ്യക്തിയും നിങ്ങളുടേതും നിങ്ങളുമായിരുന്നു. ഇന്നെനിക്ക് അഹബ്ബുൽ ഖൽഖി ഇലയ്യ വ അഹബ്ബുൽ വുജൂഹി ഇലയ്യ. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രിയമുള്ള മുഖം നിങ്ങളുടേതാണ്, ഏറ്റവും ഇഷ്ടമുള്ള മുഖം നിങ്ങളുടേതാണ്. ഇതിനപ്പുറം ഇഷ്ടമുള്ള ഒരു മുഖമില്ല. എന്നെ പല ആളുകളും പറഞ്ഞു ധരിപ്പിച്ച പ്രവാചകനോട് എനിക്ക് ഈർഷ്യയാണ്, ദേഷ്യമാണ്, എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം അവിടുത്തേതാണ്. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതം നിങ്ങളുടെ മതമായിരുന്നു. ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം തങ്ങളുടെ മതമാണ്. യാ ഹബീബല്ലാഹ്.